പത്തനംതിട്ടയിൽ +2 വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ നിർണായക കണ്ടെത്തൽ. പെൺകുട്ടി മുൻപ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചുവെന്ന് കണ്ടെത്തി. പെൺകുട്ടിയുടേതെന്ന് കരുതുന്ന ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മരണത്തിൽ സഹപാഠിയെ പോലീസ് ചോദ്യം ചെയ്തു. ഇരുവരും പ്രണയത്തിലായിരുന്നുവെന്ന് സഹപാഠിയുടെ മൊഴി. സഹപാഠിയുടെ രക്തസാമ്പിൾ DNA പരിശോധന നടത്തുമെന്നും പോലീസ്. വിവരങ്ങളുമായി ശ്രീരാജ് ബാബു ചേരുന്നുണ്ട്. ശ്രീരാജ്, ഈ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ നിർണായകമായ ചില കണ്ടെത്തലുകളാണ് പുറത്തുവരുന്നത്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? തീർച്ചയായും നിർണായകമായ കണ്ടെത്തലുകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. പെൺകുട്ടി എഴുതിയത് എന്ന് കരുതുന്ന ആത്മഹത്യാ കുറിപ്പാണ് നിലവിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ആ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് അച്ഛനും അമ്മയും എന്നോട് ക്ഷമിക്കണം, ടീച്ചറായി കാണണമെന്ന അമ്മയുടെ ആഗ്രഹത്തെക്കുറിച്ച് ആഗ്രഹം പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല, പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള എല്ലാം തരത്തിലായിരുന്നു ആ കത്തിൽ എഴുതിയിട്ടുള്ളത്. ആ കത്ത് എഴുതിയത് എന്നാണ് എന്ന് കൃത്യമായി നമുക്ക് പറയാൻ കഴിയില്ല. കത്തിൽ ഒരു ഡേറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കത്തിൽ നിന്നും കണ്ടെത്താനായിട്ടില്ല. ഈ പെൺകുട്ടി മരണപ്പെട്ടതിന് ശേഷമുണ്ടായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പെൺകുട്ടി അമിതമായി മരുന്ന് കഴിച്ചു എന്ന് കണ്ടെത്തിയിരുന്നു. ഈ മരുന്ന് കഴിച്ചത് അതുപോലെ തന്നെ പെൺകുട്ടി ഗർഭിണിയാണ് എന്നും കണ്ടെത്തിയിരുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ പോലീസിന്റെ നിഗമനം ഈ അമിതമായി മരുന്ന് കഴിച്ചത് ഈ ഗർഭം അലസിപ്പിക്കാനാണ് എന്ന തരത്തിലായിരുന്നു പോലീസിന്റെ ഒരു നിഗമനം ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഈ ആത്മഹത്യാക്കുറിപ്പ് കൂടി കണ്ടെത്തുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഇപ്പോൾ ഈ മരുന്ന് കഴിച്ചത് ഒരു പക്ഷേ ആത്മഹത്യക്ക് ശ്രമിച്ചതാകാം എന്നുള്ള നിഗമനത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. എന്തായാലും ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയത് ഒരു പ്രധാനപ്പെട്ട വഴിത്തിരിവായിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ, ഈ അന്വേഷണത്തിൽ, ഈ കേസിൽ നിലവിൽ. എന്തായാലും പോലീസ് സഹപാഠിയുടെ മൊഴി എടുത്തിട്ടുണ്ടായിരുന്നു. സഹപാഠിയെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ആ സഹപാഠിയുടെ മൊഴിയിൽ നിന്നും ഇരുവരും പ്രണയത്തിലാണ് എന്ന നിഗമനത്തിലാണ് പോലീസ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ DNA പരിശോധനയ്ക്കും ഈ സഹപാഠിയുടെ രക്തസാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ എല്ലാം ഫലം വരുന്ന ഘട്ടത്തിലായിരിക്കും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരിക. ശരി ശ്രീരാജ്, എന്തായാലും ആ പരിശോധനാ ഫലങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ട്. നിർണായക കണ്ടെത്തലുമായി പോലീസ് അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ശ്രീരാജ് ബാബു.